പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. വിശാല ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന ലേഖന ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു കേട്ടു, ധ്യാനിച്ചു. ജനന പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ചത്തെ വായനകളാണ് നമ്മൾ കേൾക്കുന്നത്. ഒന്നാമത്തെ വായന ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച് കേൾപ്പിച്ചതാണ്. സന്ധ്യയുടെ വായനയും പ്രഭാതത്തിൻ്റെ വായനയും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള വായനയും ക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ചുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകവും അന്ന് ഇസ്രായേലിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ളതാണ്. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ വ്യാപരിച്ചാൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവം നൽകുമെന്ന് നമ്മൾ ധ്യാനിച്ചു. വീണ്ടും യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ 7-ാം അധ്യായത്തിൽ നിന്നും 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. വളരെ മനോഹരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇന്ന് ലേഖനങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി, അതുപോലെ റോമാലേഖനത്തിൽ നിന്നൊക്കെയാണ് നമ്മളിന്ന് വായിക്കുന്നത്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗപിതാവേ, ഈ ചിന്തകൾ ഞങ്ങൾക്ക് ക്രമപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭയമുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അത് മനുഷ്യനെ ആകട്ടെ, മൃഗങ്ങളെ ആകട്ടെ, മൃഗങ്ങളെക്കാൾ ക്രൂരരായ മനുഷ്യരെയാണെന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കർത്താവേ, ഈ വക്രത നിറഞ്ഞ ഈ പാപലോകത്ത് കുറ്റമറ്റ ദൈവമക്കളായിരിക്കുവാൻ നിൻ്റെ കൃപയൊന്നല്ലാതെ ഞങ്ങൾക്ക് സാധ്യമല്ല. നിൻ്റെ ഈ വചനം ധ്യാനിക്കുന്നത് വഴി, നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് വന്ന് നിറയുന്നത് വഴിയാണ് ഞങ്ങൾക്ക് ഈ ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയുന്നത്. കർത്താവേ, അതുകൊണ്ട് ഭയമില്ലാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഭയമില്ലാതെ ജീവിക്കുന്നവരായി തീരുവാൻ, ക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്നവരും ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവരും, ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അനേകർക്ക് നീതിബോധമുള്ള ജീവിതം പ്രാപ്യമാകുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നവരുമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കുർബാനയ്ക്കുള്ള ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 20-26 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെടുന്ന യേശുവിനെ അവിടെ നയിക്കുകയും ചെയ്യും. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിൻ്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചയച്ചത്. നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇത്. അപ്പോൾ യേശു ക്രിസ്തു ജനിച്ചു, നമ്മുടെ ഇടയിൽ വളർന്നു, നമ്മളോടൊപ്പം ജീവിച്ചു, നമ്മളെ നീതിബോധമുള്ള നല്ല മാതൃകാ ജീവിതം കാണിച്ചു തന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി, സ്വർഗം അവരെ വീണ്ടും സ്വീകരിച്ചു. അപ്പോൾ ഒന്നാമത്തെ ചിന്ത അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്, ദൈവത്തിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തും, യേശുവിനെ അയക്കും. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ തലേ ഞായറാഴ്ച നമ്മൾ വായിക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ പ്രത്യാശയോടെ ഇരിക്കണം. കാരണം എന്താ? ഒരു നല്ല കാലം നമുക്കുണ്ട്. ഇന്നത്തെ സങ്കടങ്ങളും ഇന്നത്തെ ദുഃഖങ്ങളൊക്കെ മാറും. കാരണം ഞാൻ യേശു ക്രിസ്തുവിനെ വേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ല. മാമോദീസ സ്വീകരിച്ചു, വിശുദ്ധ കുർബാനയൊക്കെ അനുഭവിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ എപ്പോഴും ഒരു ഉൾഭയം, ഒരു ആശ്വാസം ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ചാണ് പലപ്പോഴും മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശിക്കുക. ഒന്നാമത്തെ പ്രത്യാശ എന്താണ്? ദൈവത്തിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തും, യേശുവിനെ അയക്കും. അത് ആദ്യം മുതൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതാണ്. ആദ്യം മുതൽ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. ശമൂവേലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. മോശ പറഞ്ഞു, ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത എല്ലാവരും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. മോശ പറഞ്ഞു, എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ ഉയർത്തും. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത എല്ലാവരും വിച്ഛേദിക്കപ്പെടും ജനത്തിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറ്റപ്പെടും. അപ്പോൾ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ക്രിസ്മസ് സന്ദേശം എന്താ? സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത. അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. അപ്പോൾ എല്ലാവർക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഈ സദ്വാർത്ത സ്വീകരിക്കാത്തവരെ ഈ വിശുദ്ധ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വിച്ഛേദിച്ചു കളയും, ഖണ്ഡിച്ചു കളയും, ഒഴിവാക്കി കളയും. 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. അപ്പോൾ ഭൂമിയിലെ സകല മനുഷ്യരും അബ്രാഹാം വഴി അനുഗ്രഹീതമാകുമെന്ന് പറയുമ്പോൾ അബ്രാഹത്തിൽ നിന്ന് ആരംഭിച്ച വേർപാട്, ദൈവവുമായിട്ടുള്ള ബന്ധം, ലോകത്തോടുള്ള വേർപാട്, ലോകമക്കളോടുള്ള വേർപാട്, ആ വേർപെടുന്നവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. 26-ാമത്തെ വാക്യം പറയുന്നു, ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കിലേക്കാണ് നിയോഗിച്ചയച്ചത്. എന്തിനു വേണ്ടിയാ? ഓരോരുത്തരും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. എല്ലാവരെയും ദുഷ്ടന്മാരുടെ നിന്ന് വേർതിരിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക മക്കളായി തീർത്ത് പ്രത്യേകമായ അനുഗ്രഹം നൽകുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ റോമാലേഖനം, 2-ാമത്തെ ലേഖനം നമ്മൾ വായിക്കുന്ന റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെ വാക്യങ്ങൾ. അതിനകത്ത് പറയുന്നത് എന്താ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോഴാണ് ഈ വാഗ്ദാനം അബ്രാഹാം സ്വന്തമാക്കിയത്. അപ്പോൾ ഈ വാഗ്ദാനം നിറവേറുന്നത് ന്യായപ്രമാണത്താലല്ല. ന്യായപ്രമാണം ഉണ്ടായതിന് 430 വർഷം മുമ്പ് സംഭവിച്ചതാണെന്നാണ് ഗലാത്യർ 3:17. അബ്രാഹത്തിന് ദൈവം കൊടുത്ത ഈ വാഗ്ദാനം മോശ വഴി ന്യായപ്രമാണം എഴുതി ഇസ്രായേൽക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ 430 വർഷം മുമ്പ് അബ്രാഹാം നീതീകരിക്കപ്പെട്ടു. അപ്പോൾ അബ്രാഹത്തിന് ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടതിനെക്കുറിച്ചുള്ള യാതൊരുവിധ നിയമങ്ങളുമില്ല, ന്യായപ്രമാണമില്ല, പുസ്തക രൂപത്തിലില്ല. പിന്നെയോ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള വിശ്വാസവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള വിശ്വാസവുമാണ് ഒരാളെ നീതിമാനാക്കുന്നത്. ഇതുപോലെ ന്യായപ്രമാണം എത്രയുണ്ടായാലും, എന്തെല്ലാം നിയമങ്ങളുണ്ടായാലും, എന്തൊക്കെ കാര്യങ്ങൾ അതിന് ശിക്ഷയായിട്ട് വച്ചാലും മനുഷ്യൻ പാപത്തിൽ നിന്ന് പിന്തിരിയില്ല. കാരണം എന്താ? മനുഷ്യൻ പാപത്തിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ സ്നേഹവും വിശ്വാസവും രൂപപ്പെടണം. ആര്? ദൈവത്തെ. അത് കഴിഞ്ഞിട്ട് മനുഷ്യനെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ 430 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. ന്യായപ്രമാണം ഇല്ലാതിരിക്കെ തന്നെ അബ്രാഹാം നീതിമാനായി കണക്കാക്കപ്പെട്ടു. കാരണം എന്താ? വിശ്വാസമാണ് പരമപ്രധാനം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഭാഗവും നമുക്ക് വിടാം. അപ്പോൾ വിശ്വാസം പരമപ്രധാനമാകയാൽ നമുക്ക് എന്താ പറയുന്നത്, നിയമത്താലല്ല, ന്യായപ്രമാണത്താലല്ല നമ്മൾ നീതീകരിക്കുന്നത്, നമ്മൾ ദൈവമക്കളാകുന്നത് ദൈവത്തോടുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും വേണം. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട, ദൈവമേ, എനിക്ക് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശ്വാസവും ദൈവസ്നേഹവും ഉണ്ടോ എന്ന് പരിശോധിക്കുക. നമുക്ക് ഇനി എവൻഗേലിയിലേക്ക് കടക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എവൻഗേലിയൻ ഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സന്ധ്യയ്ക്ക് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെ വാക്യങ്ങൾ. പ്രഭാതത്തിൻ്റെ വായന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 38 വരെ വാക്യങ്ങൾ. വിശുദ്ധ കുർബാനയ്ക്ക് മത്തായിയുടെ സുവിശേഷം തന്നെയാണ് 1-ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങളുമാണ് വാക്യങ്ങൾ. അപ്പോൾ മൂന്നും ഒരേ വംശാവലിയെക്കുറിച്ച് പറയുന്നത്. ആരുടെ വംശാവലി? യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് പറയുന്നു. പക്ഷെ വംശാവലിയോടുകൂടെ സുവിശേഷം ആരംഭിക്കുന്നത് അനേകം നമുക്ക് വായനക്കാർക്ക് വളരെ മുഷിച്ചലുണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ പേരായി ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിനകത്ത് ഇതെന്ത് കാര്യം എന്ന് ചിന്ത വരും. പക്ഷെ ഒരു ജീവിതാന്തസ്, ഒരു അഡ്രസ്സ് മനുഷ്യന് എപ്പോഴും ആവശ്യമാണ്. അവൻ ഇന്ന രീതിയിലാണ് ജനിച്ചത്, ഇന്ന സ്ഥലത്താണ് വളർന്നത് എന്നുള്ളതിൻ്റെ ഇതാണ്. അപ്പോൾ
അവിടെ അഡ്രസ്സ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അഡ്രസ്സ് യേശുക്രിസ്തുവിനെ ഒറ്റയടിക്ക് നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ മകനാണ്, എന്തിനാണ് അഡ്രസ്സ് എന്ന് ചോദിക്കാം. പക്ഷെ മനുഷ്യനായി അവതരിച്ചപ്പോൾ എന്താ പറയുന്നത്, പ്രത്യേകിച്ച് അത് എനിക്ക് തോന്നുന്നത് ഈ യഹൂദ ക്രിസ്ത്യാനികളും വിജാതീയ ക്രിസ്ത്യാനികളും തമ്മിൽ ഇത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ടായി കാണും. അല്ലെങ്കിൽ ചിതറിപ്പാർക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് വിജാതീയരോട് ദൈവവചനത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് പറയുവാനുള്ള എളുപ്പമാകുന്നതായിരിക്കാം ഈ വംശാവലി എന്ന്. കാരണം ക്രിസ്ത്യാനികൾ ക്രൈസ്തവ ജീവിതം ആരംഭിച്ചതിന് ശേഷമാണല്ലോ ബൈബിൾ രചിക്കപ്പെടുന്നത്. AD 60 കാലം മുതലാണ് ബൈബിൾ രചിക്കപ്പെടുന്നത് പറഞ്ഞു. അപ്പോൾ 60-ന് മുമ്പുള്ള അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ പിൻഗാമികളായി വന്നവർക്കൊക്കെ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുമ്പോൾ ഈ വംശാവലി യേശു ആരാണെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ, യേശു എന്താ പറയുന്നത്, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കൊരുത്ത ഒരു തകരയല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ ആയിരിക്കാം എന്ന് പിതാക്കന്മാർ ഇതിനെ പറയുന്നു, ഈ വംശാവലി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ വംശാവലി ഒരു ജീവിതാന്തസ്സിൻ്റെ ഭാഗമായിരിക്കും തന്നെ വംശാവലി യേശുക്രിസ്തുവിൻ്റെ എന്താ പറയുന്ന വ്യക്തിത്വത്തെ, യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെ ദൈവത്തിൽ നിന്ന് ഉറപ്പിച്ചു നിർത്തുകയാണ്. ദൈവത്തിൽ നിന്നാണ്, ആദം വരെയാണ് അതിൻ്റെ വംശാവലിയുടെ പോകുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വംശാവലി നിഗൂഢമാണ്. നിഗൂഢവും പ്രത്യക്ഷവുമായി പഴയ നിയമ നായകന്മാരെ പറ്റി പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പരമപ്രധാനമായ കാര്യം. നിഗൂഢമാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത് വായിച്ചു പോകുമ്പോൾ എന്തായാലും കാര്യമൊന്നും. ഒന്നാമതായി യഥാർത്ഥ ആദാം, അവനിൽ നിന്നാണ് യഥാർത്ഥ മനുഷ്യനും ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവം ആദമിൽ നിന്നാണ്, ആദത്തിൽ നിന്നിങ്ങനെ ഇങ്ങോട്ട് പോന്ന് യേശുവിൽ എത്തി നിൽക്കുകയാണ്. യോസേഫിൽ വന്നു, യോസേഫിന് വിവാഹം ചെയ്യപ്പെട്ട കന്യകയിൽ വന്നു, കന്യകയിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചു. അപ്പോൾ യഥാർത്ഥ മനുഷ്യത്വം ആരംഭിക്കുന്നത് ആദമിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നീതിയുടെയും സമത്വത്തിൻ്റെയും സമ്പൂർണത നിലനിൽക്കുന്ന ആദമിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ആദം, രണ്ടാമത്തെ ആദം എന്നൊക്കെ ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, രണ്ടാമത്തെ കാര്യം പുതിയ മോശയാണ്. ലേഖനത്തിൽ നമ്മൾ വായിച്ചു, എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും. അപ്പോൾ യേശുക്രിസ്തു ഒരു പുതിയ മോശയാണ്. പുതിയ മോശയുടെ പ്രത്യേകത എന്താ? വീണ്ടെടുപ്പുകാരനാണ്, നിയമദാതാവുമാണ്. ക്രൈസ്തവ മൂല്യമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവിക നിയമങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. പുതിയ ദാവീദാണെന്ന് പിതാക്കന്മാർ പറയുന്നു. വിനീത ഇടയനും രാജാവുമാണ് യേശുക്രിസ്തു. പുതിയ അബ്രാഹമാണെന്ന് പിതാക്കന്മാർ പറയുന്നു. എന്താ? വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും സൃഷ്ടാവാണ്. വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും സൃഷ്ടാവാണെന്ന് പിതാക്കന്മാർ പറയുന്നു. അപ്പോൾ വംശാവലിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരുപാട് ധ്യാനങ്ങളാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുന്നത്. വംശാവലി 14 തലമുറകളായിട്ട് 3 ഘട്ടങ്ങളായിട്ടാണ് ക്രമിച്ചത്. അബ്രാഹാം മുതൽ ദാവീദ് വരെ, ദാവീദ് മുതൽ പ്രവാസം വരെ, പ്രവാസം മുതൽ യോസേഫ് വരെ എന്ന് പിതാക്കന്മാർ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. പിന്നെ ഈ വംശാവലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വംശാവലിയിൽ യഹൂദ പാരമ്പര്യം മാത്രമല്ല, വിജാതീയരുടെ പശ്ചാത്തലവും അതിനകത്തുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിൻ്റെ വല്യപ്പനായ പിതാമഹനായ ഓബേദ് മോവാബ് ദേശക്കാരിയായ രൂത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ പകുതി മോവാബ്യരാണ്, പകുതി ജാതിയാണ്, പകുതി യഹൂദനാണ്. എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമുക്ക് താഴേക്ക് വരുമ്പോൾ മനസ്സിലാക്കാം. പിന്നെ അവിടെ യഹൂദ ജാതീയ വർഗത്തിൽപ്പെട്ടവരുടെ സങ്കര വിവാഹ ബന്ധം സംബന്ധിച്ച് ഉടലെടുക്കുന്ന പ്രശ്നങ്ങളിൽ ഇത് അത്യന്തം സഹായകരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രിയമുള്ളവർ, ഈ വംശാവലി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയപ്പെടുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാവർക്കും, നല്ലവർക്കും ചീത്തവർക്കൊക്കെ ഒരുപോലെ
ക്രിസ്തു സ്വീകാര്യനാകുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൽ എല്ലാവരും നീതിമാന്മാരാകുന്ന, നീതിപതികളാകുന്ന അനുഭവം ഉണ്ടാകുന്ന അവസ്ഥയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? സ്ത്രീകളുടെ പേരുകൾ വരെ വംശാവലിയിൽ ഉൾപ്പെടുത്തുന്ന പതിവ് യഹൂദർക്കില്ല, പക്ഷെ ഇവിടെ ഉണ്ടായി. സ്ത്രീകളുടെ പേരൊന്നും വംശാവലിയിൽ ഉൾപ്പെടുത്തൂല. സ്ത്രീ നിയമപരമായി യാതൊരു അവകാശങ്ങളുമില്ലാത്ത ഒരു വസ്തുവായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഈ വംശാവലിയിൽ സ്ത്രീകളുടെ പേരുണ്ട്. പ്രത്യേകിച്ച് ധാർമ്മിക അധപ്പതനം സംഭവിച്ച അവസ്ഥയിൽ വിജാതീയരായ സ്ത്രീകളുടെ പേര് ഉൾപ്പെടുത്തി. ഏറ്റവും അവസാനം നമുക്കറിയാം മറിയത്തിൻ്റെ പേരാണ് വരുന്നത്. മറിയം ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിച്ച ആളാണ്, കൃപ നിറഞ്ഞവളെന്നാണ് മാലാഖ സംബോധന ചെയ്തത്. അപ്പോൾ ഈ യേശുവിൻ്റെ വംശാവലിയിൽ എന്ന് പറഞ്ഞാൽ പിതാമഹന്മാരുടെ അല്ലെങ്കിൽ പിതൃത്വത്തിൻ്റെ ആ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ധാർമ്മിക അധപ്പതനം സിദ്ധിച്ച സ്ത്രീകൾക്കും പ്രിയമുള്ളവരെ ഇവിടെ സ്ഥാനം കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആരൊക്കെയാണ് നമുക്കൊന്ന് ഓടിച്ച് നോക്കിപ്പോ. ഒന്ന്, യേശുവിൻ്റെ വംശാവലിയിലെ പിതൃത്വത്തിലേക്ക് വരുന്ന ആ അനുഭവത്തിൽ ഒന്ന് താമാറാണ്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ താമാറ് ഒരു എന്താ പറയുന്ന യൂദ എന്ന് പറയുന്ന യാക്കോബിൻ്റെ മകനായ ഇസ്രായേലിൻ്റെ ഗോത്രത്തിൻ്റെ തലവനായിരിക്കുന്ന അപ്പനിൽ നിന്ന് അല്ലെങ്കിൽ ആ പിതാവിൽ നിന്ന് ഗർഭിണിയായ മരുമകളാണ്. എന്ന് പറഞ്ഞാൽ ഈ താമാർ ബൈബിൾ പറയുന്നത് നീതിനിഷ്ഠയുള്ള ഒരു സ്ത്രീയായിരുന്നു എന്ന്. അമ്മാനപ്പൻ വഞ്ചിച്ചു, വാക്കു തെറ്റിച്ചു എങ്കിലും ഇവൾ ആ കുലത്തെ ദൈവശാപമില്ലാതെ നിലനിർത്താൻ ഇടയായി എന്നാണ്. അതുകൊണ്ട് യാക്കോബായ സഭ റാഹബിനെ കുറിച്ച് വിവാഹ കൂദാശയിൽ പരാമർശിക്കുന്നുണ്ട്. മോതിരമതിനാൽ കൊലയെന്നും താമാരക്ഷിതരായി, അതിനാൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. മോതിരം, താമാറിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമം അവിടെ വിധിക്കാനിരിക്കുമ്പോൾ ഒരു മോതിരം കാണിച്ചു കൊടുത്തു. ഞാൻ പാപിയല്ല, ഞാൻ തെറ്റുകാരിയല്ല, ഈ മോതിരത്തിൻ്റെ ഉടമയിൽ നിന്നാണ് ഞാൻ ഗർഭം ധരിക്കുന്നത്. അപ്പോൾ താമാർ സത്യത്തിൽ കൊള്ളരുതാത്തവളെന്നും മുദ്രകുത്തി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ തന്നെയും അവൾ നീതിയുള്ളവളാണെന്ന് അവളെ കൊല്ലാൻ ആലോചന സംഘത്തിൻ്റെ നേതാവായിരുന്ന അവളുടെ അമ്മാനപ്പൻ അവളെക്കുറിച്ച് പറയുകയാണ്, നീ നീതിയുള്ളവളാണ്. അപ്പോൾ എത്ര ബലഹീന വ്യക്തിത്വങ്ങളാണെങ്കിലും ദൈവം കാണുന്നത് അവനിൽ നീതിയുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇവിടെ സ്ത്രീയുടെ ഭാഗമായിട്ട് കാണുന്നത് ഊരിയായുടെ ഭാര്യ ബത്ശേബയാണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 11-12 അധ്യായങ്ങളിലാണ് അത് പരാമർശിക്കപ്പെടുന്നത്. ദാവീദ് പാപം ചെയ്യാൻ ഉപയോഗിച്ച ഒരു പെൺകുട്ടിയാണ്, അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് പാപിനിയായി തള്ളപ്പെടുകയല്ല ചെയ്തത്, അത് യേശുക്രിസ്തുവിൻ്റെ വല്യമ്മയുടെ സ്ഥാനത്തേക്ക് വരികയാണ്. അത് ഞാൻ പറഞ്ഞു, യഹൂദന്മാരുടെ ഇടയിൽ സ്ത്രീകൾക്കൊരു വിലയും ഇല്ലാത്ത കാലത്താണ് ഈ വംശാവലി രചിക്കപ്പെടുന്നത്. 4-ാമത്തെ ആള് രൂത്താണ്. രൂത്ത് ഒരു മോവാബിയ സ്ത്രീയാണ്. നിയമാവർത്തനം പുസ്തകം 23-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത് മോവാബ്യരും അമ്മോന്യരുമായി യഹൂദർക്ക് ബന്ധമേ അരുതെന്നാണ്. അത് ഭയങ്കര വിലക്കാണ്, ബന്ധം വരെ പാടില്ല. പക്ഷെ രൂത്ത് ഈ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ വന്നു ചേർന്നു. കാരണം രൂത്തിൽ കാരുണ്യമുണ്ട്, നീതിയുണ്ട്. വിധവയായ തൻ്റെ അമ്മായിയമ്മയെ ഒറ്റയ്ക്ക് വിടാതെ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, അമ്മയുടെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ് വിശ്വാസമേറ്റു പറഞ്ഞ് അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നവളാണ്. അപ്പോൾ യേശുവിൻ്റെ വംശാവലി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വായനയാണെങ്കിലും സത്യത്തിൽ ആഴമേറിയ ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്ന ദൈവിക മർമ്മങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന, പ്രത്യേകിച്ച് ആദ്യ നിയമങ്ങൾ യഹൂദന്മാർ
വളരെ തെറ്റായി വ്യാഖ്യാനിച്ച് എന്ന് പറയുന്ന അബ്രാഹത്തിൻ്റെ മകളെന്നൊക്കെ യേശു വിളിച്ച 18 വർഷം കൂലി അടഞ്ഞ സ്ത്രീയൊക്കെ വളരെ ബുദ്ധിമുട്ടിലും കഷ്ടതയിലും ഒക്കെ ജീവിക്കുമ്പോൾ, സ്ത്രീകൾക്ക് എന്താ പറയുന്ന ഒരു പഠനം പോലും അനുവദിക്കാത്ത ഒരു കാലത്ത് യേശുവിൻ്റെ ജനനം കൊണ്ട് സകല മനുഷ്യർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വംശാവലി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര സ്ത്രീകൾ ഈ വംശാവലിയിൽ കയറുന്നത്. ഈ ഭാഗത്തെക്കുറിച്ച് വിശുദ്ധ പിതാക്കന്മാർ പറയുന്നത്, വിശുദ്ധ ജെറോം, വിശുദ്ധ ക്രിസോസ്റ്റം, ഈ 2 പിതാക്കന്മാർ പറയുന്ന വാക്കുകൾ കൂടി ശ്രദ്ധിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവരുടെ വാക്കുകളിൽ ഇങ്ങനെയാണ്: പൂർവികർ അശുദ്ധരോ ഹീനരോ ആയിരുന്നാലും വിശുദ്ധിയിലേക്ക് തിരിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് എല്ലാവരെയും, ഏത് അധമാവസ്ഥയിൽ ജീവിച്ചവരെയും വിശുദ്ധിയിലേക്ക് തിരിക്കാൻ ഈ ജനനം ആവശ്യമാണ്. അപ്പോൾ ഈ ജനനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈ ജനനത്തെ നമ്മളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നാം ഏത് പാപാവസ്ഥയിൽ ജീവിക്കുന്നവരാണെങ്കിലും യേശുവിനോട് നമുക്ക് ആ പാപം ഉപേക്ഷിച്ച് വന്നാൽ പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൂർവികർ അശുദ്ധരോ ഹീനരായിരുന്നാലും വിശുദ്ധിയിലേക്ക് തിരിയാവുന്നതാണ്. അതിന് കാരണം പറയുന്ന വചനമാണ്: കർത്താവ് നീതിമാന്മാരെയെല്ലാം പാപികളെ എത്ര വിളിപ്പാൻ വന്നതെന്നാണ് വചനം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് യഹൂദർക്കും വിജാതീയർക്കുമുള്ള അകൽച്ച ക്രിസ്തു മൂലം മാറിയിരിക്കുകയാണ്. നമുക്ക് ആ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, ശമരിയക്കാരും യഹൂദരും തമ്മിൽ സമ്പർക്കമില്ല എന്ന് പറയുന്ന ആ ശമരിയ സ്ത്രീയോടൊക്കെ യേശു പറയുന്ന മറുപടിയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. യഹൂദരും വിജാതീയരും തമ്മിലുള്ള അകൽച്ച ക്രിസ്തു മൂലം മാറിയിരിക്കുന്നു. അതുവഴി സുവിശേഷത്തിൻ്റെ സാർവത്രികതയും ദൈവസ്നേഹവും ഈ വംശാവലിയിലുണ്ട്. സുവിശേഷത്തിൻ്റെ സാർവത്രികതയുണ്ട്. ലോകമെങ്ങും സുവിശേഷം അറിയിക്കാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ കുർബാനയ്ക്കൊക്കെ പാടുന്ന പോലെ, ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായി സ്ലീഹന്മാർ പോയി ജാതികളുടെ ഇടയിൽ നല്ല ഏവൻഗേലിയോൻ കൈക്കൊള്ളുന്നവർക്കൊക്കെയും ഭാഗ്യമെന്നറിയിച്ചു സ്വർഗത്തിൻ്റെ മഹാരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നൊക്കെ ആ അനുഭവം എല്ലാവർക്കും കിട്ടുന്ന ഒരനുഭവമുണ്ടായി. അതിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അന്തരം മാറിയെന്നത്. സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി എടുക്കുന്നു എന്നത് മാറിയിട്ട് സ്ത്രീക്കും പുരുഷനോടൊപ്പം തുല്യ സ്ഥാനമുണ്ട്, ദൈവകരങ്ങളിൽ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നുള്ള അനുഭവം അവിടെ ഈ വംശാവലിയിലൂടെ നമ്മൾ ധരിക്കേണ്ടിയിരിക്കും, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. കാരണം ഇവിടെ യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയം എന്ന് പറയുമ്പോൾ മറിയത്തോട് മാത്രമേ മാലാഖ ആദ്യം സംസാരിക്കുന്നുള്ളൂ. നീ ഗർഭം ധരിക്കുമെന്ന് പറയുമ്പോൾ യൗസേപ്പുമായിട്ട് യാതൊരു ആലോചനയും അന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ ഓരോ വ്യക്തിത്വങ്ങളും, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ദൈവസന്നിധിയിൽ സ്വതന്ത്രരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാൻ ഇരുകൂട്ടരും ദൈവത്തിന് ആവശ്യമാണ്. ഒരാളുടെ സഹായം ചോദിച്ചു അല്ലെങ്കിൽ ഒരാളുടെ അനുവാദം കിട്ടിയിട്ട് വേണം മറ്റൊരാൾക്ക് പ്രവർത്തിക്കാൻ. ഇന്ന് പലപ്പോഴും വൈദികരൊക്കെ ഉപദേശിക്കുന്ന അങ്ങനെയാണ്, കുടുംബത്തിൻ്റെ അനുവാദമൊക്കെ കിട്ടിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നൊക്കെയാണ് പറയുക. പക്ഷെ അത് ആ പഠിപ്പിക്കലൊന്നും പൂർണ്ണമല്ല. കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ ആലോചനയൊക്കെ നല്ലതാണ്. പക്ഷെ ഒരേ ആലോചനയിൽ 2 കൂട്ടരും വരുന്നില്ലെങ്കിൽ അത് ഇപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ സമാധാനമല്ല, അത് വാളായി മാറും. ഇപ്പോൾ വാളുണ്ടായി എന്നതുകൊണ്ട് സമാധാനം ഉണ്ടാകാൻ വേണ്ടി അഡ്ജസ്റ്റ് പാടില്ല എന്നും ക്രിസ്തു പറയുന്നുണ്ട്. എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാളില്ലാതിരിക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമല്ല പറയുന്നത്. ഇവിടെ 2 കൂട്ടരെയും ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ ദൈവത്തിന് ആവശ്യമാണ്. ഇനിയാണ് ഇവിടെ 4-ാമത്തെ കാര്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 16-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? യൂസേപ്പിൻ്റെ കാര്യം പറഞ്ഞ ശേഷം അവളിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കന്യകയുടെ കന്യാകത്വം നിലനിൽക്കുന്നു എന്ന് തെളിയിക്കാൻ പിതൃത്വം ലാസ്റ്റ് പിതാവിലേക്കല്ല പോകുന്നത്, മാതാവിലേക്കാണ് പോകുന്നത്. കാരണം എന്താണ്? അത് ദൈവത്തിൽ നിന്നാണ് എന്ന് ഉറപ്പിക്കാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കന്യക ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ
ലൈംഗിക സുഖങ്ങളോ ജഡികമായ ആസക്തിയുടെ ഭാഗമല്ല. ആ ജഡിക സുഖങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിൻ്റെ സുഖങ്ങൾ അനുഭവിച്ചല്ല മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത്. മറിച്ച് ആദിയിൽ ദൈവം എങ്ങനെ ഈ ആകാശത്തെയും ഭൂമിയും സകല ചരാചരങ്ങളും സൃഷ്ടിച്ചോ അതെല്ലാം ഒറ്റ വാക്കിനാലാണ്. ആ വാക്കുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് എല്ലാം നവീകരിച്ചത്, പരിശുദ്ധാത്മാവാണ് എല്ലാം പവിത്രീകരിച്ചത്, പരിശുദ്ധാത്മാവാണ് എല്ലാം രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു ആളത്വമല്ല, മറിച്ച് ആ പരിശുദ്ധാത്മാവ് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന വാക്കിനാൽ മറിയം യാതൊരുവിധ ശാരീരിക സന്തോഷങ്ങളും അനുഭവിക്കാതെ മറിയത്തിൻ്റെ ഉദരത്തിൽ ശിശുരൂപപ്പെട്ടു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് മറിയം എന്നും കന്യകയാണ്. മറിയത്തിന് പാപത്തിൻ്റെ അല്ലെങ്കിൽ ജഡിക മോഹങ്ങളുടെ സുഖങ്ങളുടെ യാതൊന്നും മറിയത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം പവിത്രമായ ഒരു ഗർഭധാരണം സംഭവത്തെ ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് യൗസേപ്പ് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലാണെന്ന് യൗസേപ്പിനോട് ദൂതൻ വന്ന് പറയുന്ന അനുഭവത്തിൽ ഇത്രയും മഹത്തരമായ അല്ലെങ്കിൽ ഇത്രയും വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തെയും തൻ്റെ പ്രായാധിക്യത്തിൽ താൻ ഒരിക്കലും തൻ്റെ ജഡിക സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ള 2-ാം നൂറ്റാണ്ടിലെ 3-ാം നൂറ്റാണ്ടിലെയൊക്കെ പിതാക്കന്മാരുടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും അറിവുകളും പരിശുദ്ധ സഭ ഇന്ന് യൗസേപ്പിനെ നീതിമാനായി കണക്കാക്കുന്നു, മറിയത്തെ കന്യകയായി തന്നെ കണക്കാക്കുന്നു. ഒരു ആത്മനിറവിലുള്ള ധ്യാനമാണത്. എൻ്റെ പ്രിയമുള്ളവർ, വംശാവലി ഒരിക്കൽ കൂടെ പറയട്ടെ, അത്ര മോശമായൊരു കാര്യമല്ല. വംശാവലിയെ വെറുതെ തള്ളിക്കളഞ്ഞ് പോകാൻ പാടില്ല. വംശാവലി ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ മനുഷ്യാവതാരത്തിൻ്റെ സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. സകല മനുഷ്യർ, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് തകർന്നവനായിക്കോട്ടെ, ഏത് അധാർമിക മാർഗത്തിലൂടെ പോയവനായിക്കോട്ടെ, അവനെയെല്ലാം ദൈവം തൻ്റെ ആദ്യ ജാതനിൽ കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ആദാം വഴി പാപം ലോകത്തിലേക്ക് വന്നുവെങ്കിൽ രണ്ടാമത്തെ ആദാമാകുന്ന ക്രിസ്തു വഴി പാപമോചനം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ വംശാവലി തള്ളിക്കളഞ്ഞു പോകേണ്ട ഒന്നല്ല. വംശാവലി ധാരാളം സമയമെടുത്ത് ധ്യാനിക്കുകയും ഈ വംശാവലിയിൽ ഞാനും ചേർന്നിട്ടില്ലേ, ഞാനും പങ്കില്ലേ എന്ന് ചിന്തിക്കുകയും എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയുമാണെന്ന് യേശു പറഞ്ഞ ആ വചനത്താൽ നമ്മളെല്ലാവരും ഈ മുന്നോട്ടുള്ള തലമുറകളിൽ യേശുവിൻ്റെ വംശാവലിയിൽ നമ്മളും ചേരുമെന്നുള്ളത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു നവീകരിച്ച നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ നല്ലൊരു നവീകരിച്ച അനുഭവത്തിൽ നമുക്ക് കർത്താവിനെ സ്വീകരിക്കാനായിട്ട്, ഈ ജനന പെരുന്നാളിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.